ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നല്ല യമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെ റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാൻ ഈ ഒരു പുഡിങ്ങിലേക്ക് ഒരു 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിന് ഞാൻ കുറച്ച് പാൽ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 2 കയ്യിൽ പാൽ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാലിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിവിടെ മിൽക്ക് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കൂടുതലും ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു പാലിലേക്ക് ഇതിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് സോക്കായി വന്നോളൂ കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര, ഞാൻ എടുത്ത കപ്പ് 3/4 കപ്പിൻ്റെ അളവിലാണ് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ വേണം. ഞാനിവിടെ വാനില ഫ്ലേവറിൽ വരുന്ന കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിലേക്ക് കൂടുതലും വാനില ഫ്ലേവറിൽ വരുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പൗഡർ എടുത്തുങ്ങാൻ ഈ ഒരു നേരത്തെ മാറ്റി വെച്ച പാലിട്ടുങ്ങാൻ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബിസ്ക്കറ്റും പാലുള്ളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ സെറ്റാക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു പരന്നൊരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് ഞാനിവിടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മിക്സ് അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയത്തിലേക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റോ 3 മിനിറ്റോ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി കിട്ടണം. അപ്പോൾ ഞാനൊന്നും കൂടി മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൈ വിടാതെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. കൈ വിട്ടുപോയാൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. അപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെയാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ട്രേയിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ആദ്യം ബിസ്ക്കറ്റിൻ്റെ ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കുറച്ച് ബിസ്ക്കറ്റ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടും ഈ ഒരു ക്രീം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ലെയറായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത് കേട്ടോ. നടുക്ക് ബിസ്ക്കറ്റ് വെച്ച് താഴത്തും മുകളിൽ ഇങ്ങനെ ക്രീമാക്കി കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നെങ്കിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇതിലേതെങ്കിലും എടുക്കാൻ ഞാനിവിടെ ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബൂസ്റ്റും കൊക്കോ പൗഡറും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ലൈക്ക് തോന്നി ബൂസ്റ്റ് എടുക്കാനായിട്ട്, അങ്ങനെ ഞാൻ ബൂസ്റ്റ് എടുത്താണ്. അപ്പോൾ ഇത് ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുഡിങ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ. ഇത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ എടുത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഫോർവേഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.